ബാറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അവരുടെ ബാറ്റിങ്ങിൽ തന്നെ നമ്മളൊന്ന് അവരുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ ബാറ്റിംഗ് പവറിലെന്ന്. അതായത് ഓപ്പണിംഗ് നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള മത്സരങ്ങളിലെല്ലാം അവർ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്, അവർ മത്സരം ജയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഓപ്പണിംഗ് ഫോൾട്ടർ ആവുന്ന സിറ്റുവേഷൻസിൽ അവരുടെ പെർഫോമൻസ് അത്രത്തോളം ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് അത്രത്തോളം എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ലെറ്റ്സ് പ്രിവ്യൂ മാച്ച് നമ്പർ 41. ഇറ്റ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. മത്സരം നടക്കുന്നത് സൺറൈസേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. ഒരു ഫ്ലാറ്റ് ട്രാക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ദർ വിൽ ബി എ ലോട്ട് ഓഫ് റൺസ് അഗൈൻ, 200+ സ്കോർസ് വിൽ ബി ഇത്. അങ്ങനെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ. ഒരു പിച്ച് ഇറ്റ്സ് ദെയർ അപ്പ് അഗെയിൻസ്റ്റ് മുംബൈ, ദെയർ ഇൻ ഫോം. സൺറൈസ് ഹൈദരാബാദ് ഈസ് ഇൻ ഫോം, യൂസ് ടു ബി ഇൻ ഫോം. സൺറൈസേഴ്സിൻ്റെ ഫോം എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻറ്റ് ഫോം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് എ ഹിറ്റ് ഓർ മിസ് ടീം. അതായത് അവർ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നോബഡി ക്യാൻ ബീറ്റ് ദം, മിസ്സാവുകയാണെങ്കിൽ എനിബഡി ക്യാൻ ബീറ്റ് ദം. സോ അങ്ങനത്തെ ഒരു ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. മുംബൈ ഓൺ ദി അതർ ഹാൻഡ് ദേ ആർ എ കൺസിസ്റ്റൻറ്റ് സൈഡ് അറ്റ് ദ മൊമെൻറ്റ്. ലൈക്ക് അവരുടെ ബാറ്റിംഗ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലിക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഈവൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും തിലക് വർമ്മയാണെങ്കിലും നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്കോർസ് കൊടുക്കുന്നുണ്ട്. ഈ ബോളിങ്ങിൽ ഇപ്പോൾ ബുംറ തിരിച്ചു വന്നതോടെ അവരുടെ ബോളിംഗ് കുറച്ചുകൂടി നല്ല രീതിയിൽ ബൂസ്റ്റ് ആയിട്ടുണ്ട്. സാൻഡർ കെയിം ബാക്ക് ടു ഫോം. സാൻഡറിന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. So I feel Mumbai is a better side out of these two as things stands. Again, match result Sunrisers batsmen ഡിപ്പെൻഡ് ചെയ്യും. അതായത് എത്രത്തോളം ഹൗ ദേ ഗോയിങ് ടു ബാറ്റ്, അതായത് അവരുടെ ഓപ്പണിംഗ് ടോപ്പ് 3 എങ്ങനെ ബാറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും മാച്ച് റിസൾട്ട്. ഇഫ് ദേ ബാറ്റ് വെൽ ഐ എം എക്സ്പെക്ടിങ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടു വിൻ, ആൻഡ് ഇഫ് ദേ ഡോണ്ട് ഐ എം ഫുള്ളി എക്സ്പെക്ടിങ് മുംബൈ ഇന്ത്യൻസ് ടു വിൻ. So that's it, my preview. What do you think? Let me know in the comments.